ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ബ്രഹ്മമുഹൂർത്ത വിളക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ദിവസമാണ്. വളരെ നന്നായിട്ട് തന്നെ ഇന്നത്തെ ഒരു വിളക്ക് എനിക്ക് വെക്കാനായിട്ട് സാധിച്ചു. പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു, നാമങ്ങളൊക്കെ ജപിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് 4:30 ആയിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ. തലേ ദിവസം തന്നെ വിളക്കുകളെല്ലാം കഴുകി വെച്ചിരുന്നുകൊണ്ട് ആ ഒരു കാര്യം വളരെ ഈസി ആയിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങനെ നിങ്ങൾക്കും ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ എല്ലാം തലേ ദിവസം വിളക്കെല്ലാം റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഇതും കൂടെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ രാവിലെ കുറച്ചൊന്ന് ഒരു കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ളവരാണെങ്കിൽ രാവിലത്തെ ആ ഒരു ടൈം കുറച്ച് റഷായിരിക്കും അല്ലേ. അപ്പോൾ തലേ ദിവസം നമ്മൾ ആ ഒരു കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാനായിട്ട് സാധിക്കും. ഞാൻ വിളക്കിൽ തിരിയിടുന്നത് ഒരു തിരിയിൽ 4-5 തിരികളുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് 2 തിരി എടുത്തിട്ട് ആ 2 തിരിയും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ തിരിയിടുന്നത് കേട്ടോ, വിളക്കിൽ തിരിയിടുന്നത്. ആദ്യം തന്നെ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്കാണ് വെച്ചത്. അതിനുശേഷമാണ് ഞാൻ പൂജാ റൂമിൽ വിളക്ക് തെളിയിച്ചത് കേട്ടോ. കുറച്ച് നാളായിട്ട് എനിക്ക് കുറുവാസംഘം അങ്ങനെയൊക്കെ ഒരു പേടിയുള്ളതുകൊണ്ട് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഹോളിൽ തന്നെയാണ് വെച്ചിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് എവിടെ നിന്നോ ഒരു ധൈര്യമൊക്കെ കിട്ടി. ഞാൻ വാതിലൊക്കെ ഓപ്പൺ ചെയ്ത് ഞാൻ പുറത്താണ് ഇന്നത്തെ എൻ്റെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മൾ വിളക്ക് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു നെഗറ്റീവ് ചിന്തകളും നമ്മളെ മനസ്സിലേക്ക് വരില്ല കേട്ടോ. അതെനിക്ക് അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലും ഒക്കെ ഒരു പോസിറ്റീവ് വൈബായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരെ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് രാവിലെ എന്നിട്ട് വിളക്ക് വെക്കാനുള്ള കേട്ടോ. അപ്പോൾ ഞാൻ 3:30-ക്കൊന്നും എണീക്കാനായിട്ട് നിന്നില്ല. കാരണം ഞാൻ വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങുന്ന ഒരാളാണ്. 1:30-2 മണി നേരമൊക്കെ ആവും ഞാൻ കിടന്നുറങ്ങുമ്പോൾ. അപ്പോൾ 3:30 നേരത്തെ എണീക്കാന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഒരു 4:15-നാണ് ഞാൻ എണീറ്റത്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 4:30-ക്ക് ഞാൻ വിളക്ക് വെക്കാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 5 മണിക്ക് മുന്നേ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചു. അതിനുശേഷം ഞാൻ പൂജാ റൂമിൽ വിളക്ക് തെളിയിച്ചത് കേട്ടോ. പിന്നെ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ. നമ്മളിപ്പം ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പം കുറച്ച് നാളായി ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാനായിട്ട് തുടങ്ങിയിട്ട് പല കാര്യങ്ങൾ കൊണ്ടും അത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പല പ്രാവശ്യം. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിന് വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നെ എന്താ പറയുക, ഒരു രാവിലെ എണീക്കാനുള്ള ഒരു മടിയൊക്കെ വന്നു ചില ടൈമുകളിലൊക്കെ. അപ്പോൾ മനസ്സിലുണ്ട് വിളക്ക് വെക്കണം എന്നുള്ള മനസ്സിലുണ്ടെങ്കിലും എനിക്ക് പെട്ടെന്ന് എണീക്കാനായിട്ട് തോന്നാത്ത ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് അറിവുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമ്മളിങ്ങനെ വിളക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ വിളക്ക് വെക്കുന്നു, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നു. അപ്പോൾ നമ്മൾ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷണം കൊണ്ടാണ് നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് നമുക്ക് വിളക്ക് വെക്കാതിരിക്കാനൊക്കെ തോന്നുന്നതും അതിന് തടസ്സങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് മുടങ്ങാതെ അത് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു വിൽ പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്തൊക്കെ വന്നാലും നമ്മളത് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറികടക്കുക. നമ്മൾ ദൈവത്തിനോട് അടുക്കാൻ പോവാണ്, അപ്പോഴാണ് നമുക്ക് ഈ പരീക്ഷണങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ അത് കണ്ടറിഞ്ഞ് അത് ചെയ്യുക.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഇഷ്ടങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. താങ്ക് യു.